ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുട്ടയും ബ്രെഡൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ്ങിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ടയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 4 മുട്ട വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ 2 മുട്ട വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു 4 മുട്ട വെച്ച് ചെയ്യുന്നതിൻ്റെ അളവുകളാണ് ബാക്കിയുള്ളതൊക്കെ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു വലിയൊരു സവാള ചെറുതായി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ 2 സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ മുറിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. അത് ചെറുതായിട്ട് തന്നെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കറിവേപ്പില ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ എരിവിന് ഞാൻ വെറും മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക്, കുരുമുളക് പൊടി അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതില്ലെങ്കിൽ ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇതിലേതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴുള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തതാണല്ലോ, അത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലിനി നിങ്ങൾക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ്, കാബേജൊക്കെ ചെറിയ രീതിയിൽ ഗ്രേറ്റ് ചെയ്തത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതൊന്നും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ അതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം തന്നെ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അടി പിടിക്കൊന്നുമില്ല. അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാൻ എടുത്താൽ മതി കേട്ടോ. സോസ് പാന് പോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. അതാവുമ്പോൾ ഒന്നും കൂടി കറക്റ്റായിട്ട് കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യില്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. ഇത് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. അതാവുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. നെയ്യ് നല്ലപോലെ മെൽറ്റായതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ഒരു മുട്ടൻ്റെ ഒരു മിക്സിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്രെഡാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ബ്രെഡ് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ബ്രെഡിൻ്റെ സൈഡ് വശത്തുള്ള ആ ഒരു ബ്രൗൺ കളറൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ മൊത്തത്തിലായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ അത് ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രെഡിനെ 4 പീസാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 ബ്രെഡ് എടുത്തിട്ടാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുവിധം ഫില്ലാവുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. പരമാവധി വെക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പാച്ചൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തവി വെച്ചിട്ടോ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു മുട്ടയുടെ മിക്സിൽ ബ്രെഡിൻ്റെ പീസ് നല്ല സെറ്റായിട്ട് ഇരുന്നോളൂ. ഈ ഒരു സമയത്തൊക്കെ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ടിട്ട് ചെയ്യുന്നത്. ഒരുപാട് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡിൻ്റെ പീസൊക്കെ നല്ലപോലെ ഇതിലൊന്നും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സെറ്റാക്കിയതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ടൊമാറ്റോ സോസ്. കൂടുതലൊന്നുമില്ല, 2-3 ടീസ്പൂൺ മാത്രമാണ്. അത് എല്ലാ വശത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സോസൊക്കെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വൈകുന്നേരം സ്കൂളിൽ വരുമ്പോൾ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാ വശത്തു കൂടി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ സോസൊക്കെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഏകദേശം അടിഭാഗം കുക്കായിട്ടുണ്ടാവും കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താലും മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് സെറ്റാക്കിയതിൻ്റെ ശേഷം 1 മിനിറ്റോളം കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
ഒരുപാട് സമയം വെച്ച് കൊടുക്കരുത് കേട്ടോ. ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു മുകൾ വശം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നത് സ്പാച്ചില വെച്ചിട്ടൊന്നുമല്ല, ഇത് ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇനി അതേ പാനിലേക്ക് തന്നെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആ പ്ലേറ്റ് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചരിച്ച് കൊടുത്താൽ തന്നെ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും. ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പാനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റോളം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായി കിട്ടും. അപ്പോൾ അത് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ മുട്ടയും ബ്രെഡും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എപ്പോഴും നമ്മൾ ഒരേ രീതിയിലൊക്കെ പലഹാരങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇതേപോലെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.